നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു സൂപ്പർ താരം ലൂയിസ് സുവാരസിനെ ഇന്റർ മയാമി സ്വന്തമാക്കിയത്. നമുക്കറിയാം, കഴിഞ്ഞ പ്രീ സീസൺ സൗഹൃദ മത്സരങ്ങൾ അദ്ദേഹം ഇന്റർ മയാമിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ സുവാരസിന് പലപ്പോഴും വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നു. പക്ഷെ സീസൺ ആരംഭിച്ചതോടുകൂടി അദ്ദേഹത്തിന്റെ യഥാർത്ഥ രൂപം ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. തകർപ്പൻ പ്രകടനമാണ് ഇന്റർ മയാമിക്ക് വേണ്ടി ഇപ്പോൾ സുവാരസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കോമ്പറ്റീഷനിലുമായി ആകെ 6 ഗോളുകളും 5 അസിസ്റ്റുകളും ഇതിനോടകം തന്നെ സുവാരസ് സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മികവിൽ തന്നെയാണ് ഇന്റർ മയാമിക്ക് ഇപ്പോൾ ഒരു മികച്ച തുടക്കം ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഇപ്പോഴിതാ താരത്തെ പ്രശംസിച്ചുകൊണ്ട് ഇന്റർ മയാമിയിലെ സഹതാരമായ ജൂലിയൻ ഗ്രസൽ രംഗത്ത് വന്നിട്ടുണ്ട്. സുവാരസിനെ ഒരിക്കലും എഴുതി തള്ളരുതെന്നും വിമർശനങ്ങളാണ് അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനത്തിന്റെ കാരണം എന്നുമാണ് ഇപ്പോൾ ഗ്രസൽ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: വിമർശകരോട് വളരെ പെർഫെക്റ്റ് ആയ രീതിയിലാണ് സുവാരസ് ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹം ഇവിടെ കൂടുതൽ കംഫർട്ടബിൾ ആണ്. ഒരിക്കലും അദ്ദേഹത്തെ എഴുതി തള്ളരുത്. പുതിയ ക്ലബും പുതിയ നഗരവും പുതിയ സഹതാരങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ അഡാപ്റ്റ് ആവാൻ കുറച്ച് സമയം എടുക്കും. അത് എൻ്റെ കാര്യത്തിലും സംഭവിച്ചതാണ്. അത് സാധാരണമായ ഒരു കാര്യമാണ്. പക്ഷെ അപ്പോഴേക്കും അദ്ദേഹത്തിന് വിമർശനങ്ങൾ ലഭിച്ചു തുടങ്ങി. ഇപ്പോൾ അദ്ദേഹം നടത്തുന്ന മികച്ച പ്രകടനത്തിന്റെ കാരണങ്ങളിൽ ഒന്ന് ഈ ഒരു വിമർശനങ്ങൾ കൂടിയാണ്. അദ്ദേഹം ഞങ്ങളുടെ മത്സരങ്ങളെ മാറ്റിമറിക്കുന്നു. ഇതാണ് ഇന്റർ മയാമി താരമായ ഗ്രസൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ മത്സരത്തിൽ ഇന്റർ മയാമി DC യുണൈറ്റഡിനെയാണ് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. മത്സരത്തിൽ വിജയശില്പി ആയിട്ടുള്ളത് സുവാരസ് തന്നെയാണ്. 2 ഗോളുകളാണ് അദ്ദേഹം നേടിയിരുന്നത്. പരിക്ക് മൂലം ലയണൽ മെസ്സി മത്സരത്തിൽ കളിച്ചിരുന്നില്ല. ഏതായാലും ഇനി മാർച്ച് 23-ാം തീയതി ന്യൂയോർക്ക് റെഡ് ബുൾസിനെതിരെയുള്ള മത്സരത്തിലാണ് ഇന്റർ മയാമി കളിക്കളത്തിലേക്ക് ഇറങ്ങുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.